കപടമായ ദേഷ്യത്തോടുകൂടി ഹാരിസ് ആലീസ് ഉള്ള മുറിയുടെ വാതിൽ വലിച്ചു തുറന്നു. ദേഷ്യത്തോടുകൂടി അവളോട് സംസാരിക്കാൻ അരികത്തേക്ക് ചെല്ലവെയാണ് ആലീസിന്റെ മുഖഭാവം മാറിയിരിക്കുന്നത് ഹാരിസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അലിവോടുകൂടി ഹാരിസ് ആലീസിനോട് ചോദിച്ചു, എന്താ, എന്തു പറ്റി? വിവാഹവേഷത്തോടുകൂടി കണ്ണാടിക്ക് മുന്നിലിരുന്ന് വിതുമ്പിക്കൊണ്ടിരുന്ന ആലീസ് ഹാരിസിന്റെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. അവൾ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ ഹാരിസിന്റെ മുന്നിൽ വിതുമ്പലോടുകൂടി നിന്നുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല കൊച്ചപ്പ, ഞാൻ സന്തോഷം കൊണ്ട്. കള്ളം പറയാൻ ശ്രമിക്കേണ്ട നീ. ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല ഞാൻ എൻ്റെ അലീസ് കൊച്ചിനെ. അതുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പറ, നീ ഇപ്പം എന്തിനാ കരയുന്നത്? ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? സ്നേഹത്തോടുകൂടി ചോദിക്കുന്ന ഹാരിസിന്റെ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആലീസ് തുടർന്നു, എല്ലാ പെൺകുട്ടികൾക്കും ഇന്നത്തെ ദിവസം മറക്കാനാവില്ല. വിവാഹ ദിവസം പെൺകുട്ടികളെല്ലാം മാതാപിതാക്കളുടെ കൈയും പിടിച്ച് അൾത്താരയ്ക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോ ഞാൻ മാത്രം ആരുമില്ലാതെ. സ്നേഹിക്കാൻ എത്രയൊക്കെ പേര് മുന്നിലുണ്ടെന്ന് പറഞ്ഞാലും അനാഥത്വം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അയ്യേ, എന്റെ വായാടി പാറു അതിനാണോ കരയുന്നത്? നീ എന്തൊരു പൊട്ടിക്കളിയാടി. നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. ഇവിടുത്തെ അപ്പന്റെയും മോന്റെയും കാരുണ്യം ഉള്ളത് കൊണ്ട് മാത്രം പറയത്തക്ക ഒരു മേൽവിലാസവും ഒരു തന്തപ്പേരും എനിക്ക് കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഒരു അനാഥൻ തന്നെ അല്ലേടി. എനിക്കും ആരുമില്ല, നിനക്കും ആരുമില്ല. അപ്പൊ നമുക്ക് നമ്മളുണ്ടായപ്പോരെ. എന്റെ ഈ പ്രായത്തിൽ എനിക്കിനി പെണ്ണ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നിന്നെ അങ്ങ് എൻ്റെ മോളായിട്ട് ദത്തെടുത്താലോന്ന് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനൊരു ചിന്ത നിന്റെ മനസ്സിലുള്ളിടത്തോളം കാലം അത് ഞാൻ അങ്ങ് ഊട്ടി ഉറപ്പിച്ചു. ഇന്നാൾ തരയിലേക്ക് നീ നിന്റെ അപ്പന്റെ കൈയും പിടിച്ച് തന്നെ പോയിരിക്കും. ഇത് മറ്റാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. ഇന്നു മുതൽ എൻ്റെ മരണം വരെ നീ എൻ്റെ മോളായിരിക്കും. ഇത് ഹാരിസ് എബ്രഹാം മാലിക് ആലീസ് മൂക്ക് തരുന്ന വാക്കാണ്. തന്റെ തലയിൽ തലോടിക്കൊണ്ട് പറയുന്ന ഹാരിസിന്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന് ആലീസ് തലയുയർത്തി ഹാരിസിന്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ തലയിലേക്ക് മധുരമായ ഒരു കിഴുക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പുഞ്ചിരിച്ചു. അപ്പൊ സ്വന്തമായിട്ടൊരു അപ്പനെയൊക്കെ കിട്ടിയല്ലോ. ഇനിയും നീ പള്ളിയിലേക്ക് പോകാൻ താമസിച്ച ഔദ്യോഗികമായി അപ്പനായിട്ട് ചാർജ് ഏറ്റെടുത്തുകൊണ്ട് തലോടേണ്ടതിന് പകരം നീ എൻ്റെ ഇന്ന് തല്ലുകൊള്ളും. അല്ലെങ്കിൽ തന്നെ പള്ളിയിലേക്ക് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു. എൻ്റെ പൊന്നുമോള് പെട്ടെന്ന് ഒരുങ്ങിക്കോ. ഇനി എനിക്ക് ഒരുത്തിയെ കൂടി കാണാനുണ്ട്. കൊച്ചിനെ മേടിച്ചുകൊണ്ട് മുകളിലോട്ട് പോയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് വീണ്ടും ആലീസിന്റെ നെറുകയിൽ തലോടി ഒരു ചെറു ചുംബനം നൽകി ഹാരിസ് പുറത്തേക്ക് ഇറങ്ങി. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഹാരിസ് ആദമിന്റെ റൂമിന് മുന്നിലെത്തി. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് സാരി പ്ലീറ്റ് ശരിയാക്കിക്കൊണ്ടിരുന്ന ജിയ ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കുന്നത്. അവൾ സാരി ശരിയാക്കിക്കൊണ്ട് തന്നെ വാതിൽ തുറക്കുന്നു. കപടദേഷ്യത്തിൽ നിൽക്കുന്ന ഹാരിസിനെ കണ്ടതും ജിയ കുറുമ്പോടുകൂടി ചിരിച്ചുകൊണ്ട് കൊഞ്ചലോടുകൂടി പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ റെഡിയായി. എന്താ ഈ പ്ലീറ്റ് എത്ര പിടിച്ചിട്ട് ശരിയാവുന്നില്ലപ്പാ, അതുകൊണ്ടല്ലേ താഴേക്ക് ഇറങ്ങി വരാൻ വൈകിയേ? ചുണ്ടുകൾ കൂട്ടിക്കൊണ്ട് നിഷ്കളങ്കതയോടുകൂടി പറയുന്ന ജിയയെ നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഹാരിസ് താഴേക്കിരുന്നു ജിയുടെ സാരിയുടെ പ്ലേറ്റ് ശരിയാക്കുവാൻ തുടങ്ങി. അതിനിടയിൽ ജിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ഹാരിസ് ചോദ്യമുയർത്തി, എന്റെ രാജകുമാരി എവിടെ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. പറഞ്ഞുകൊണ്ട് തന്നെ ഹാരിസ് തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവിടെ ചെറുപുഞ്ചിരി വിടർന്നിരുന്നു. സന്തോഷത്തോടെയും ലാഘവത്തോടെയും കൂടി അവൾ തുടർന്നു, അതോ ഇവിടുത്തെ രാജാവ് രാജകുമാരിയും കൊണ്ട് ഈ കൊട്ടാരത്തിലെ പ്രധാന സൈന്യാധിപന്റെ അടുത്തേക്ക് പോയിരിക്കുക. അയ്യോ എന്റെ കർത്താവേ, ആ മഹാപാപി എന്റെ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണോ? ജിയുടെ മറുപടി കേട്ട ഹാരിസ് നെഞ്ചിൽ കൈവച്ച് ഇരുന്നിടത്തു നിന്നും ചാടി എണീറ്റുകൊണ്ട് പുറത്തേക്ക് ഓടി. അപ്പ ഇങ്ങനെ ഓടാതെ കൈയും കാലും ഉളുക്കും കേട്ടോ. ഇച്ചായന്റെ കൂടെ ഇല്ലേ പോയത്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? പിന്നിൽ നിന്നും വിളിച്ചു പറയുന്ന ജിയുടെ ശബ്ദം ഹാരിസ് ശ്രദ്ധിച്ചതേയില്ല. ആ ഓട്ടം ചെന്ന് നിന്നത് ബേസ്മെന്റിലായിരുന്നു. ഒരു നിശ്ചിത മുറിയുടെ മുന്നിലേക്ക് ചെല്ലുന്തോറും കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരിയും ഒച്ചയും കേൾക്കുന്നുണ്ടായിരുന്നു. ഹാരിസ് പരിഭ്രാന്തിയോടും
വളരെ ഭയത്തോടും ആ മുറിയുടെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നതും കണ്ടു. സ്വർഗീയ തുല്യമായ മെത്തയിൽ കിടക്കുന്ന കുഞ്ഞും കുഞ്ഞിനെ സംരക്ഷിക്കും വിധം അവൾക്കു ചുറ്റുമായി ഒരു കവചം പോലെ കിടക്കുന്ന ആ രാക്ഷസനാഗത്തെയും കുഞ്ഞിനെ കളിപ്പിക്കും വിധം ആ ഭീമാകാരമായ കിങ് കോബ്രയുടെ വാല് ഒരു കിലുക്കാമ്പെട്ടി കണക്കി ആട്ടിക്കാണിക്കുന്നു. ആ വാലിൽ തൊടാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ കണ്ടുകൊണ്ട് അവർക്കരികിലായി സിംഹാസന തുല്യമായ ഇരിപ്പിടത്തിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ച് വില കൂടിയ സിഗാർ വലിച്ച് പുക പുറത്തേക്ക് വിട്ടുകൊണ്ട് മന്ദഹസിക്കുന്ന ആദത്തിനെയും ഹാരിസിന് കാണാൻ സാധിച്ചു. ഹാരിസിന്റെ ദേഷ്യം നുരഞ്ഞു പൊന്തിയെങ്കിലും അവർക്കരികിലേക്ക് ചെല്ലുവാൻ അവൻ തെല്ലൊന്ന് ഭയന്നു. കാരണം ആ രാക്ഷസനാഗം തന്നെയായിരുന്നു. ആദത്തിനെ ഒഴികെ മറ്റാരെയും ഈ മുറിയിലേക്ക് കയറ്റാതിരിക്കുന്ന ഒരു ജീവിയുടെ അടുത്താണ് ആ കുഞ്ഞ് കിടക്കുന്നതെന്ന നഗ്നമായ സത്യം ഹാരിസിന് അറിവുള്ളതാണ്. എന്നിരുന്നാലും എവിടുന്നൊക്കെയോ ധൈര്യം സംഭരിച്ച് ഹാരിസ് ആദത്തിനെ അല്പം ദേഷ്യത്തോടു കൂടി വിളിച്ചു. ഹാരിസിന്റെ ശബ്ദമുയർന്ന നിമിഷം തന്നെ ശാന്തമായിരുന്ന ആ കിങ് കോബ്ര തന്റെ ഉഗ്രരൂപത്തിൽ പത്തി വിടർത്തി. വാതിൽ ഭാഗത്ത് വന്നു നിൽക്കുന്നയാൾ ശത്രുവാണെന്ന മട്ടിൽ ആ നാഗം ഹാരിസിന് നേരെ കുതിച്ചു. പെട്ടെന്നാണ് ആദത്തിന്റെ ഇരുകൈകളും കൂട്ടിയടിച്ച് ആ മുറിയിൽ പ്രകമ്പനം പോലെ വലിയൊരു ശബ്ദമുണ്ടാക്കി. ആ തരംഗങ്ങൾ നാഗത്തെ സ്പർശിച്ചതും ആ കിങ് കോബ്ര സ്വിച്ചിട്ടതുപോലെ അവിടെ തന്നെ നിന്നതിന് ശേഷം ആദം ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. മാറി നിൽക്കുന്ന അർത്ഥത്തിൽ ഗൗരവത്തോടുകൂടി ആദം തലചരിച്ചതും അനുസരണയുള്ള നായ കണക്കിൽ ആ നാഗം പത്തി താഴ്ത്തി മുറിയുടെ ഒരു മൂലയിലേക്ക് മാറി ചുരുണ്ടുകൂടി. ഭയാനകരമായ ആ ഭീകരസത്വം തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുവെന്ന് മനസ്സിലായ ഹാരിസ് ഭയന്ന് തലയിൽ കൈകൾ വെച്ച് താഴേക്കിരുന്നു പോയി. ആദത്തിന്റെ കയ്യടിയുടെ ശബ്ദത്തിൽ സ്വബോധത്തിലേക്ക് വന്ന ഹാരിസ് ഈ മലയാളം ആദത്തിന്റെ കയ്യടിയുടെ ശബ്ദത്തിൽ സ്വബോധത്തിലേക്ക് വന്ന ഹാരിസ് അത്യന്തം ഭയത്തോടെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു. പിന്നീട് ആ ഓട്ടം അവസാനിച്ചത് മാൻഷന് മുന്നിലാണ്. നെഞ്ചിൽ കൈവച്ച് കിതപടക്കുന്ന ഹാരിസിനെ നോക്കിക്കൊണ്ട് ജോൺ സാമുവലും ട്രേസിയും പള്ളിയിലേക്ക് പോകുവാൻ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇതെന്താടാ, കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒളിച്ചോട്ടത്തിനങ്ങനെ നീ പ്രാക്ടീസ് ചെയ്യുവാണോ? ദേ ചാച്ച, നല്ലൊരു ദിവസമായിട്ട് അടുപ്പിൽ ഊതണവനോ ഒന്നാക്കി തന്നെ ഊതി. ഒന്ന് നിർത്തുന്നുണ്ടോ? തുടങ്ങിക്കോ രണ്ടും കൂടെ. ഇല്ലേ, നീ വരുന്നില്ലയോടാ? ഞാൻ വന്നോളാം. നീ ആദ്യം ഈ മോഡലിനെ കൊണ്ട് പള്ളിയിലേക്ക് വിട്ടുകൂടി ട്രീസ കൊച്ചെ. ഇങ്ങനെ മോന്തര ഷേപ്പ് മാറിയിരിക്കും പള്ളിയിലോട്ട് ചെല്ലുന്നത്. ഞാനൊരു മൃഗശാലയിലെ മുതലാളിനെ നോക്കി നിൽക്കുക. പുറത്തേക്ക് വരുമല്ലോ ആ സാധനം. അതാരാ? അയ്യോ അങ്ങന്നേ, താങ്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു തന്തയ്ക്ക് പറക്കാത്തതിന്. ആ സാധനത്തിനെ നോക്കി നിൽക്കുക. പിന്നെ ട്രീസ കൊച്ചെ, ചെറുക്കനും പെണ്ണും പോയോ? ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മനസ്സിലായതും ട്രീസയുടെയും സാമുലിന്റെയും മുഖത്ത് ചെറുപുഞ്ചിരി വിടർന്നു. ഇല്ല, നീ അവരെയും കൂട്ടി വാ. മുതലാളിയെ നോക്കി നിന്ന് അവരെയും കൂട്ടി വരാൻ മറക്കല്ലേ. അതും പറഞ്ഞുകൊണ്ട് സാമുലും ട്രീസയും അവർക്ക് മുന്നിലേക്ക് വന്ന കാറിലേക്ക് കയറി പള്ളിയിലേക്ക് ലക്ഷ്യമിട്ടു. ഒട്ടും വൈകാതെ തന്നെ നവവധുവായി അണിഞ്ഞൊരുങ്ങിയ ആലീസ് പുറത്തേക്ക് നടന്നു വരുന്നു. അവളുടെ വെയിൽ താഴെ കിടന്ന് ഇഴയാതിരിക്കുവാൻ ജിയ തന്റെ കൈകളിൽ അത് സുരക്ഷിതമായി വെച്ചുകൊണ്ട് ആലീസിന് പിന്നാലെ തന്നെയുണ്ട്. സ്വന്തം മക്കളെ പോലെ കാണുന്ന ഹാരിസിന് അത് കണ്ണു നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അവൻ ചെറുപുഞ്ചിരിയോടെ ആ വരവ് നോക്കി നിന്നു. ജിയയോട് സംസാരിച്ചു കൊണ്ടാണെങ്കിലും അത്രയും നേരം ഗൗണിൽ തട്ടി വീഴാതിരിക്കുവാൻ താഴെ നോക്കി തന്നെയായിരുന്നു ആലീസ് നടന്നു വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഹാരിസിനെ കണ്ടതും സന്തോഷത്തോടെ അവൻ അരികിലേക്ക് ചുവടുകൾ വെച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആലീസ് തട്ടി വീഴുവാൻ പോകവേ എല്ലാവരും ഒന്ന് ഭയന്നു. അയ്യോ ആലീസ്! എന്നാൽ ഉടനെ തന്നെ എവിടെ നിന്നോ പറന്നെത്തിയതുപോലെ ആര്യൻ തന്റെ വലം കൈയാൽ ആലീസിന്റെ ഇടുപ്പിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു. എവിടെ നോക്കിയാടി പുല്ലിയെ നടക്കുന്നേ? ആകെ കൂടിയുള്ളൊരു കല്യാണം, അതെങ്ങാനും കൊളാക്കിയാലുണ്ടല്ലോ നീ പെറ്റ് കൂട്ടും മോളെ. അത് അവൾക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ ചെവിയോരമായി പറഞ്ഞുകൊണ്ട് ആര്യൻ മെല്ലെ അവളിൽ നിന്നും അകന്നു നിന്നു, ഒരു കുഞ്ഞു മന്ദഹാസം പുറപ്പെടുവിച്ചുകൊണ്ട്. അതൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ മന്ദഹാസവും അട്ടഹാസവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്കറിയാലോ. മന്ദഹാസം എന്ന് പറഞ്ഞാൽ സ്മിർക്ക്,
അതായത് ക്രീപ്പീസ് വർക്കിംഗ് ഇല്ലേ, അതിനെയാണ് മന്ദഹാസം എന്ന് പറയുന്നത്. അട്ടഹാസം എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക. ഇത് വ്യത്യാസം വരെ ആർക്കും സംശയം തോന്നല്ലേ, അതുകൊണ്ടാണ് ഈ സ്റ്റോറിയുടെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നത്. സോറി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ അതിനെ ചവരി താഴ്ത്തും വിധമായിരുന്നു ആലീസിൽ നിന്നുള്ള പ്രതികരണം. നിങ്ങൾ പിടിച്ചില്ലെങ്കിലും ഞാൻ താഴെയൊന്നും വീഴില്ല, കാരണം എന്നെ വീഴാൻ നോക്കാൻ എൻ്റെ അപ്പൻ കൂടെ ഉണ്ടല്ലോ. അത് കേട്ടുകൊണ്ട് നിന്ന മറ്റേ 2 പേരും ഒരു നിമിഷം ഞെട്ടി പരസ്പരം അത്ഭുതത്തോടുകൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു, അതൊക്കെ എപ്പോ? അതൊക്കെയുണ്ട്. പള്ളിയിലേക്ക് പോകുന്ന വഴി 2 പേർക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. വേഗം വന്ന് വണ്ടി കയറാൻ നോക്കും. ഹാരിസ് ഇരുവർക്കും മറുപടി കൊടുത്തുകൊണ്ട് കാർ വരുന്ന ഭാഗത്തേക്ക് തിരിയവെയാണ് ബേസ്മെന്റിൽ നിന്നും ആദവും കുഞ്ഞും വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓ എന്റെ കർത്താവേ, പോകുന്നതിന് മുമ്പെങ്കിലും ആ മൃഗശാലയിൽ നിന്നൊന്ന് ഇറങ്ങിയല്ലോ എന്റെ ചേട്ടായിയുടെ ദുഃഖ കനി. നീയോ നശിച്ചു, ഇനി എന്റെ കുഞ്ഞിനെയും കൂടി വഴിതെറ്റിക്കാനാണോടാ നീ ആ സർപ്പത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്? ഹാരിസിന്റെ ചോദ്യം കേട്ടതും അവരെ നോക്കി നടന്നു വന്നുകൊണ്ടിരുന്ന ആദത്തിന്റെ ചുണ്ടിന്റെ ചെറുകോണിൽ ഒരു ചെറിയ പുഞ്ചിരി മുട്ടിട്ടു. അവൻ അവരെ നോക്കി സ്മിർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്കരികിലേക്കെത്തി. അതേസമയം 2 കൈകളും വിരിച്ചുകൊണ്ട് കുഞ്ഞിന് നേരെ ഹാരിസ് പറഞ്ഞു, വാ വല്യപ്പാന്റെ പ്രിൻസസേ, ഇന്നൊന്ന് എടുക്കാൻ പോലും പറ്റിയില്ല എന്റെ ഐതമോളെ. അത് കേട്ടുകൊണ്ട് ആദിയ എന്ന ഐതമോൾ കുഞ്ഞിമോണ് കാട്ടിച്ചിരിച്ചു. ആ ചിരി കണ്ടു നിന്ന എല്ലാവരുടെയും മനം നിറഞ്ഞു. അപ്പോഴാണ് ആദത്തിന്റെ ശബ്ദം അവിടെ ഉയർന്നത്. അവനുമായിട്ട് ഇന്റിമേറ്റ് ആക്കേണ്ട ആവശ്യം എന്നേക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് കൊച്ചാപ്പ. അത് കേട്ടതും ഹാരിസ്, എനിക്കോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഈ ബുദ്ധി ഓർക്കാത്ത കുഞ്ഞിനെ ആ പാമ്പിന്റെ മുന്നിൽ വിട്ടിട്ട് എനിക്ക് എന്താവശ്യം നടത്താനുള്ളത്? കൊച്ചാപ്പന് മാത്രല്ല, എന്റെ അപ്പനായ സാക്ഷാൽ സാമുൽ ജോണിനും പോലുമുണ്ട്. ആയുധമോളെ അവൻ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ തറവാട്ടിലെ നിലവറയ്ക്കുള്ളിൽ ഇവൾക്ക് കയറുവാനും ആ നിലവറയിലെ കൊടിയ വിഷസർപ്പങ്ങളെ അകറ്റി നിർത്തുവാനും കഴിയുകയുള്ളൂ. അത് മറന്നോ? അത് കേട്ടതും ഹാരിസിന്റെ കണ്ണുകൾ വിടർന്നു. ആശങ്കയിൽ നിന്ന മുഖം പ്രസന്നമായി തീർന്നെങ്കിലും ഐതമോളെ നോക്കിയ ഹാരിസ് ആദത്തിനോടായി പറഞ്ഞു, അത് വേണ്ടടാ. നിലവറയിലെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കൾ ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്ന വ്യക്തികളായിരുന്നു ഞാനും നിന്റെ അപ്പനും ഒക്കെ. പക്ഷേ എന്നീ കുഞ്ഞിന്റെ മുഖം ഞങ്ങളെ കീഴ്പ്പെടുത്തിയോ അന്ന് മുതൽ ആ ഭാഗ്യപരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്താണ് ഈ പൊന്നുമോള്. ഇവളെ വേണ്ട. ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നീയും ഞാനും ഒക്കെ. ഇനി എന്നെങ്കിലും ഇവൾക്കത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവൾ അപ്പൊ പോയി അതെടുക്കട്ടെ. ഐതമോളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ തലയിൽ തലോടി പറഞ്ഞുകൊണ്ട് ഹാരിസ് ഒരു ദീർഘനിശ്വാസം എടുത്തു. സത്യത്തിൽ അപ്പോഴാണ് ഇതെല്ലാം കേട്ടു നിന്നിരുന്ന ജിയയ്ക്ക് ജീവൻ പോലും തിരിച്ചു കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. അവിടെയായി ഗർഭിണിയായിരുന്ന കാലം മുതൽ കേൾക്കുന്നതായിരുന്നു നിലവറക്കഥ. അന്നൊക്കെ യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കിഡ്നാപ്പിങ്ങിന് ശേഷം ആദത്തിന്റെ കൈപിടിച്ച് മാൻഷനിലേക്ക് കുഞ്ഞിനെ കാണുവാൻ കയറി വന്ന നിമിഷം മുതൽ ഐതമോൾ ജിയയുടെ പ്രാണനായി മാറിയിരുന്നു. ഇന്ന് വരെ മറ്റാരും നിലവറക്കാര്യം പറയാതിരുന്നപ്പോഴെല്ലാം അവൾ ആശ്വസിച്ചു. എന്നാൽ ആദത്തിന്റെ മനസ്സിൽ അങ്ങനെയൊരാവശ്യം ഉണ്ടായിരുന്നെന്നറിഞ്ഞപ്പോൾ മുതൽ ആരും അറിയാതെ കൊണ്ടു നടന്നിരുന്ന ഭയമാണ് ഒരു നിമിഷം കൊണ്ട് ഹാരിസ് മായ്ച്ചു കളഞ്ഞത്. അവൾക്ക് ഹാരിസിനോട് പതിവിലും കൂടുതൽ ബഹുമാനവും സ്നേഹവും തോന്നി. ചിന്തയിലായിരുന്ന ജിയയെ ഉണർത്തും വിധം ആലീസ് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ടൈമായി, പോവണ്ടേ? ഓ ടൈമായി, വാ 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 വാ. ചേട്ടായും റീസക്കൊച്ചും പോയിട്ട് കുറെ നേരായി. ജിയമോളെ, നീ ആദത്തിന്റെ കൂടെ പോര്. ഞാനും പ്രിൻസസും കൂടി ഈ വരന്റെയും വധുവിന്റെയും കൂടെ വന്നോളാം. എന്നാൽ അതിനെ തടസ്സം വെക്കും വിധം ആര്യന്റെ ശബ്ദമുയർന്നു, അത് വേണ്ട കൊച്ചാപ്പ, അവര് ഫാമിലി ആയിട്ട് വന്നോളൂ. നമുക്ക് ഫാമിലി ആയിട്ട് അങ്ങ് പോവാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഹാരിസിൽ നിന്നും വാങ്ങി ആദത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആദത്തിന്റെ ചെവിയോരമായി പറഞ്ഞു, അപ്പോ എല്ലാം സെറ്റല്ലേ? അത് കേട്ടതും ഒരു ചെറു മന്ദഹാസത്തോടുകൂടി ആദം ആര്യനെ നോക്കിക്കൊണ്ട് അതേ എന്ന രീതിയിൽ കണ്ണുകൾ അടച്ചു. ഇത് ലാസ്റ്റ് എപ്പിസോഡല്ല കേട്ടോ, കാരണം റൊമാൻറ്റിക് വേർഷൻസ് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് പറ്റിയ സിറ്റുവേഷനും കിട്ടുന്നില്ല. സോ നെക്സ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡായിരിക്കും, ഉറപ്പ്.
അപ്പോൾ ഓക്കെ ബൈ.